ഹലോ ഫുഡീസ്, കൂവപ്പൊടി കൊണ്ടുള്ള ഒരു ജ്യൂസ് റെസിപ്പിയുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ചൂടുകാലത്ത് ശരീരത്തിന് ഉണർവ് നൽകുന്ന ഈ ഹെൽത്തി ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം തന്നെ ഒരു സോസ് പാനിലോട്ട് നമുക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി വെള്ളം ഒഴിച്ച അതേ കപ്പ് തന്നെ 1 കപ്പ് പാല് കൂടെ ഒഴിച്ചിട്ട് ഇത് രണ്ടും കൂടെ തിളയ്ക്കാൻ വേണ്ടി വെക്കാം. അതവിടെ തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ കൂവപ്പൊടി എടുത്തിട്ട് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കട്ടയൊന്നും കൂടാതെ മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കാം. ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പാല് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ച ഉടനെ തന്നെ തീ കുറച്ച് വെച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഈ മിൽക്ക് കട്ട പിടിച്ചു പോകും. കൂവപ്പൊടി അവിടെ ഇവിടെയായിട്ട് കട്ടയായിട്ട് കിടക്കും. അതുകൊണ്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കുറുക്കിയെടുക്കുക. നല്ല കുറുകി വരും നമ്മുടെ പാല്. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. ഇതൊന്ന് കുറുകിയതിന് ശേഷമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ജ്യൂസിലോട്ട് ഞാൻ വേറെ പഞ്ചസാര ചേർക്കുന്നില്ല. ഇപ്പം തന്നെ 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പതഞ്ഞ് പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് നന്നായിട്ട് ചൂടാറാൻ വേണ്ടി വെക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ ഈ ജ്യൂസിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് വത്തക്കയാണ്. ഒരു ചെറിയ പീസ് വത്തക്ക തൊലിയൊക്കെ കളഞ്ഞ് കുഞ്ഞു കഷ്ണങ്ങളാക്കി എടുത്തത് ഞാൻ ബ്ലെൻഡറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ വത്തക്കയ്ക്ക് പകരമായിട്ട് നമുക്ക് മാങ്ങ ഉപയോഗിക്കാം, ഇഷ്ടമുള്ള എസെൻസുകൾ ഉപയോഗിക്കാം. ഇനി ഇതിലോട്ട് കൂവപ്പൊടി കാച്ചിയത് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. ഇതാ നമ്മുടെ കൂവപ്പൊടി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 മണിക്കൂർ നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. രണ്ട് മണിക്കൂറിന് ശേഷം നമുക്കിത് സേവ് ചെയ്യാവുന്നതാണ്. കുതിർത്ത് വെച്ച സബ്ജ സീഡ്സോ ചെറിയ പീസാക്കിയ കുഞ്ഞു വത്തക്ക കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ശരിക്കും നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതൊന്നും ഇല്ലാതെ തന്നെ കുടിക്കാനായിരിക്കും നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആരോഗ്യത്തിന് ഒരുപാട് ഗുണങ്ങൾ നൽകുന്ന നമ്മുടെ ഈ കൂവപ്പൊടി വെച്ചിട്ടുള്ള ജ്യൂസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു.